ശ്രീ ശിവൻ സുധാലയം, എഴുത്തുകാരനായിട്ടുള്ള ശ്രീ ശിവൻ സുധാലയം അദ്ദേഹത്തെ സ്കൂളിന് വേണ്ടിയും വിദ്യാരംഗം കലാസാഹിത്യവേദിക്ക് വേണ്ടിയും നമ്മുടെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീമതി ആര്യ, അധ്യാപികയായിരുന്നു. നമ്മുടെ സബ് ജില്ലയിലെ തന്നെ പുലാശ്ശേരിക്കര UP സ്കൂളിലെ അധ്യാപികയായിരുന്ന ടീച്ചർ ഒരു എഴുത്തുകാരി കൂടിയാണ്. തനിമ സാംസ്കാരിക വേദിയുടെ പ്രവർത്തക കൂടിയായിട്ടുള്ള ആര്യ ടീച്ചറെ സ്കൂളിന് വേണ്ടിയും വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് വേണ്ടിയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ പ്രകാശൻ ചുരഞ്ഞാട് നമുക്ക് പരിചിതനാണ്. നമ്മുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിയാണ്. സാഹിത്യകാരനും തനിമ സാംസ്കാരിക വേദിയുടെ പ്രവർത്തകനുമായ അദ്ദേഹത്തെ സ്കൂളിന് വേണ്ടിയും വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് വേണ്ടിയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന് വേണ്ടിയും വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് വേണ്ടിയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ ശാന്തിരാജ് മാസ്റ്റർ ഇത്തരം ഒരു ശില്പശാല നമുക്ക് വേണ്ടി നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ച് ഒരു വർദ്ധയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെയൊരു ശില്പശാല നടത്താൻ സാധിച്ചത് മാസ്റ്ററുടെ കഠിന പ്രയത്നം കൊണ്ട് തന്നെയാണ്. സാറിനെ വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് വേണ്ടി സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതലായിട്ട് അത് സംസാരിക്കാറില്ല. ആദ്യമായിട്ട് ശങ്കരേട്ടനാണ് നന്ദി പറയുന്നത്. കാരണം നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ മക്കൾക്ക് കഥയിലും കവിതയിലും ഒരു ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ശില്പശാല നടത്തണമെന്ന് ആഗ്രഹം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഏറ്റെടുക്കുകയും അതിൻ്റെ പ്രവർത്തകരെ നമുക്ക് ഒരു ദിവസം കുട്ടികളെ ചിരിക്കുന്നുണ്ട്. നമ്മൾ ആ ക്ലാസ്സിൽ നിന്നുള്ള ഗൗരവമൊക്കെ ഇട്ടിട്ട് ഒന്ന് പരസ്പരം സംസാരിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്ഥിരം നിങ്ങൾ കാണുന്ന ടീച്ചർമാരല്ല. അവരോടാകുമ്പോൾ ഒരു ഔപചാരികതയുടെ പേരിലൊക്കെ ആവും നമ്മൾ സംസാരിക്കാം. ചോദിക്കാൻ ഉത്തരം പറയാം അങ്ങനെയൊക്കെ. അതൊന്നും വേണ്ട. നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്കുള്ളത് എന്നോടും പറയാം, അല്ലെങ്കിൽ ഞങ്ങളോടും പറയാം, ഞങ്ങൾക്കുള്ളത് നിങ്ങളോടും പറയാം. വ്യത്യാസം തോന്നിയിട്ട് ഞാൻ കഥ എഴുതിയിട്ടില്ല, കവിത എഴുതിയിട്ടില്ല, അങ്ങനെ ഒരു പരിപാടി ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളൊരു തനിമ എന്ന് പറയുന്നത് ഏത് 2 വർഷം കൊടുക്കാം. തനിമയുടെ ഒരു പ്രവർത്തകനാണ് ഞാൻ. മാത്രമല്ല കേട്ടോ, ശിവശങ്കരായിട്ടും വർഷങ്ങളോളം പണിയിട്ട് തനിമയുമായിട്ട് സഹകരിക്കുന്ന ചൈത്യാളാണ്. അത് മാത്രമല്ല ഒരു കവി എഴുതുന്ന മാസിക എഴുതുന്നുണ്ട്. അതിൻ്റെ വർഷങ്ങളായിട്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവില്ല, എന്ന് പറയാറുണ്ട്. പ്രകാശേട്ടൻ കോളേജ് തലത്തിൽ ചെറുകഥയ്ക്ക് 1ാം സമ്മാനം നേടിയ ആളാണ് അല്ലേ? ആ രീതിയിലുള്ള പുസ്തകങ്ങൾ ധാരാളം എഴുതിയിട്ടുണ്ട്. കഥാരൂപത്തിലാക്കാൻ, നാടക രൂപത്തിലാക്കാൻ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ചിന്തിക്കും. എന്തും വിഷയം ഇവിടെ തന്നെ ഞാൻ നടന്നു നോക്കുമ്പോൾ 28 കവിതകൾക്ക് ലഭിക്കുന്നത് അവിടെ ബാക്കിൽ ഒരുപാട് സസ്യജാലങ്ങൾ നിങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഇവിടെ ഒരുപാട് എണ്ണുണ്ട്. അവർ കവിത കിട്ടുന്ന ഒരു കവിത എനിക്ക് ചെറുതാണ്, നമുക്ക് പെട്ടെന്ന് അതെനിക്ക് കൂടി നോക്കി പറയാൻ പറ്റും. ഞാൻ 2 3 നാളിനെ അങ്ങനെ കയ്യിൽ ഓടിച്ച് നോക്കിയിരിക്കാൻ പറയാം. ഒന്ന്
ഒരു നല്ല കവിതയായി തോന്നിയത് എനിക്ക്. എല്ലാം വായിച്ചില്ല, എല്ലാം വായിച്ചില്ല. പിന്നീട് ടീച്ചറെ ഏൽപ്പിക്കാം, നാളെ മറ്റന്നാളെ ഏൽപ്പിക്കാം. അപ്പോൾ പിന്നെ വായിച്ചിട്ട് ദുരവസ്ഥ അങ്ങനെ പോലെ ടീച്ചറെ കഥകളൊക്കെ കളക്ട് ചെയ്ത് എഡിറ്റില്ല, കവിതകളൊക്കെ കളക്ട് ചെയ്ത് പരിപാടിക്ക് എന്നെ കൂട്ടിയപ്പോ ആദ്യം വിചാരിച്ചത് ഇത് എഴുതിപ്പിക്കാനും വായിക്കാനൊക്കെ ഉള്ള പരിപാടിയാണ്. പക്ഷെ ഇത് കൂടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഏറ്റവും നല്ലൊരു ക്യാമ്പായിരുന്നു. ഈ ക്യാമ്പിൽ കൂടി എനിക്ക് കുറെ കാര്യങ്ങൾ അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ടീച്ചർമാരും കുറച്ച് ക്ലാസ്സുമാരും ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ അവർ അത്രയും ദൂരത്തുനിന്ന് ഇവിടെ എത്തിയതിന് നമുക്കും എനിക്കൊരു നന്ദിപ്രകാരം നൽകുന്നു. പിന്നെ ഈ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ക്യാമ്പായിരുന്നു ഇത്. നല്ലൊരു അനുഭവമായിരുന്നു ക്യാമ്പ്. സാറിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. കവിത എഴുതേണ്ടത് എങ്ങനെയും കഥ എഴുതേണ്ടത് എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റി. കഥയിലും കവിതയിലും എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ ആര്യ ടീച്ചർ കുറച്ച് ഭാഷകളിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞതും കവിത എഴുതുന്നതൊക്കെ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ആദ്യം ആദരിച്ചിട്ടുള്ളത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.